ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, എൻ്റെ ഹൃദയം നിറഞ്ഞ ഈദ് ആശംസകൾ എല്ലാവർക്കും. ഈദായിട്ട് രാവിലെ തന്നെ നല്ല ഐശ്വര്യമാണ്. സിക്കന്ദർ എന്ന് പറഞ്ഞ സിനിമ പോയി കണ്ടിരിക്കുകയാണ് ഗൈസ്. സൽമാൻ ഖാൻ സ്റ്റാറർ, AR മുരുകദോസ് ഡയറക്ഷൻ, സന്തോഷ് നാരായണ മ്യൂസിക്, പ്രീതമിൻ്റെ പാട്ട്, വിവേക് ഹർഷൻ എഡിറ്റർ. ഞാൻ എന്തിനാ ടെക്നിക്കലൊക്കെ എന്തിനു പറയേ എടാ നിനക്കൊക്കെ എമ്പുരാൻ പ്രശ്നം. ടിക്കറ്റ് എടുത്ത് ഇത് പോയി കാണുക കേട്ടോ. ബോളിവുഡ് പടമാണ്, AR മുരുകദോസിൻ്റെ പടമാണ്. ഇത് ആരൊക്കെയോ പറഞ്ഞത് സർക്കാരിൻ്റെ ഹിന്ദി പതിപ്പായിരിക്കുമെന്ന്. അതായിരുന്നാൽ മതിയായിരുന്നു. എനിക്കൊട്ടും ഇഷ്ടമില്ലാത്തൊരു പടമാണ് സർക്കാരൊക്കെ. എന്നാൽ പോലും ഇത് എന്തോന്നടി ഇത്? അല്ല, എനിക്ക് മനസ്സിലായത് സൽമാൻ ഖാനെ അഭിനയിക്കാൻ പറ്റൂലെങ്കിൽ അണ്ണ നിർത്തണ്ണ കാര്യമായിട്ട്. എന്തിനാണ് ഈ നാട്ടുകാരെ കാശ് നിങ്ങളിങ്ങനെ കൊണ്ടുപോയി കളയണത്? നിങ്ങൾക്ക് 1% ഈ പടത്തിൽ അഭിനയിക്കണമെന്ന് 1% നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ല. നിങ്ങൾക്ക് വേറെ വല്ല പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് വല്ല ബിസിനസ്സോ കാര്യങ്ങളോ, അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് വല്ല ടെൻഷനിലാണെങ്കിലോ സ്ട്രെസ്സിലാണെങ്കിലോ നിങ്ങൾ അത് തീർക്ക്. എന്തിനാണ് ഇങ്ങനെ ഒരു പേരിന് എന്തിനാണ് നിങ്ങളിങ്ങനെ സിനിമയിൽ അഭിനയിക്കണത്? പോക്കറ്റിൽ കൈയിട്ട് നടക്കും, ഇതാണ് അഭിനയം. പിന്നെ ബ്രോയിൻ ഈ സൽമാൻ ഖാൻ്റെ എന്തോ മസിൽ എന്തോ പിടച്ചിടക്കുകയാണെന്ന് പറയണേക്കാം, മുഖത്ത് എക്സ്പ്രഷൻ വരൂല എന്ന് പറയണേക്കാം. ഓക്കെ, എടാ ഒരു എഫേർട്ട് എന്തെങ്കിലും, ഇതുപോലെ ഒരു ലൂക്ക് പെർഫോമൻസ്. അത് പുള്ളി മാത്രമല്ല, ലിറ്ററലി എവ്രി വൺ. ആ 3 ഇഡിയറ്റ്സിലേക്ക് ഒരു ചേട്ടയില്ലേ, അങ്ങേരൊക്കെ എന്തോന്നാണ് കാട്ടി ഒരു ഇമാതിരി റോബോട്ട് സംസാരിക്കണം. ഈ പടം ഒന്ന് AI വെച്ചുണ്ടാക്കിയ പോലെ എനിക്ക് ഫീൽ ചെയ്തത്. ആരും ഒട്ടും എക്സ്പ്രസീവ് അല്ല. പിന്നെ ചില സീനെന്നൊക്കെ പറഞ്ഞാൽ പറ്റാപ്പോ എന്തോന്നടേ ഇത്, ഒരു കണ്ടിന്യൂറ്റിയൊക്കെ എന്തൊക്കെയോ എന്തോ ഒരു കഥ. ഏതോ രാജാവ് 25% ഗോൾഡ് പുള്ളിയുടെ അണ്ടറിലാണ്. ഇങ്ങനെ കാശൊക്കെ അറിയണുണ്ടെങ്കിൽ ഞാൻ സത്യം പറഞ്ഞാൽ പുള്ളിയുടെ വീട്ടിൽ പോയിട്ട് മറ്റേ ശ്രീനിവാസൻ പറഞ്ഞ പോലെ ഇവിടെ വന്നവർക്ക് 2 കെട്ട് കാശ് തരുമെന്ന് കേട്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ പോയി നിന്നേനെ. ഇങ്ങനെ വല്ല രാജാക്കന്മാരും ഉണ്ടായിരുന്നെങ്കിൽ ഇന്ത്യയിൽ. പക്ഷെ എന്തോന്ന് കോമഡിയാണ് എടുത്ത് വെച്ചേക്കണത്. എൻ്റെ പൊന്നു, യാതൊരു ഇമ്പാക്റ്റും ഇല്ലാത്ത സീനുകളും, യാതൊരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാത്ത ഫൈറ്റ് സീക്വൻസും. പാവം ഒരു സന്തോഷ് നാരായണ അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ കിടന്ന് എന്തൊക്കെയോ പ്ലേ ചെയ്യണത്. പുള്ളിയൊക്കെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടായിരിക്കും ചെയ്തത്. ഇതിൽ ഞാൻ എന്ത് മ്യൂസിക് ഇടും ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട്. അതേപോലെ എഡിറ്റ് ചെയ്ത ചെറുക്കൻ, എനിക്ക് തോന്നുന്നു അവനൊന്നും ഫുട്ടേജ് പോലും ഇല്ലെന്ന് തോന്നുന്നു. പല ഷോർട്സ് എടുക്കും. എനിക്കോ എന്തോ എവിടെ ഒരു മനസ്സിൽ തോന്നുന്നുണ്ട്, പുള്ളി സമ്മതിക്കൂലായിരിക്കും മൾട്ടിപ്പിൾ ഷോർട്സ് എടുക്കാനായിട്ട്. സമയം പോണല്ലേ. പുള്ളി ഒരു ഷോട്ട് എടുക്കും, കഴിഞ്ഞ് അത് വേണമെങ്കിൽ നീയൊക്കെ എഡിറ്ററിനെ കൊണ്ടുകൊടുത്തിട്ട് എന്തിനോ ചെയ്തോന്ന്. മൾട്ടിപ്പിൾ ഷോർട്സ് ഇല്ല. അത് എങ്ങനെയാണോ ഇങ്ങനെയൊക്കെ ഒരു പടം എടുക്കണം? പിന്നെ മറ്റവളുണ്ട്, രശ്മിക മന്ദാന. പുള്ളിക്കാരിയാണല്ലോ ഇപ്പോഴത്തെ ഹോട്ട് ടോപ്പിക്, എല്ലാ സിനിമയിലും എടുത്ത് വെച്ചിട്ടുണ്ട്. ചുമ്മാ പുള്ളിക്കാരിയുടെ കോസ്റ്റ്യൂം കൊള്ളായിരുന്നു കേട്ടോ. ഇത്തിരി രാജാപാട്ടൊക്കെ കാണിക്കാനായിട്ട്. സൽമാൻ ഖാൻ രാജാവാണെന്നൊക്കെ എഴുതി ഒട്ടിക്കണം. അതിന് പോലും അണ്ണ എഫേർട്ട് എടുത്തിട്ടില്ല. രാജാവാണ്, ആ രാജാവിൻ്റെ ഒരു മാനറിസവും അതൊക്കെ പറയണ, ഗ്രേസും അല്ലേ രാജാവെന്നാണത്. ഇത് സൽമാൻ ഖാൻ വെറുതെ ഷർട്ട് ഇട്ടുകൊണ്ട് പോക്കറ്റിൽ കൈ വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നാടകമാണ്. ഇടയ്ക്കിടയ്ക്ക് ഇതൊരു ഫൈറ്റ് പടമാണേ, 2 ഫൈറ്റ് വരണേ, പുള്ളിയെ നമുക്ക് തട്ടാൻ പോവാവേ എന്ന് പറഞ്ഞിട്ട് 2 ഫൈറ്റും. ഏതോ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ബോംബൊക്കെ പൊട്ടണ സീനിലൊന്നും സൽമാൻ ഖാൻ അവിടെ ബോംബ് കത്തണയൊന്നും പുള്ളിക്ക് അറിഞ്ഞുകൂടാ. പുള്ളിക്ക് സൗണ്ട് ചെവി കേട്ടുകൂടാന്ന് തോന്നുന്നു. എന്തോന്നൊക്കെയോ ഒരു പടം, എന്തോ ഒരു കണ്ടിന്യൂറ്റി എന്നൊന്നൊരു സാധനമില്ല സിനിമയിൽ. എന്തിനൊക്കെയോ കാട്ടിക്കൂട്ടി വെച്ചേക്കുന്നു. അത് കഴിഞ്ഞിട്ട് മറ്റേ കാജൽ അഗർവാൾ. കാജൽ അഗർവാളിൻ്റെ ഭർത്താവായിട്ടൊരു തമിഴിനെ കൊണ്ടുവരാൻ പറ്റൂലേ AR മുരുകദോസ് അണ്ണ? നിങ്ങൾക്ക് പ്രോപ്പർ ചെന്നൈയിൽ നിന്ന് ഒരാളാണ് നിങ്ങൾക്ക് കാസ്റ്റ് ചെയ്യാൻ പറ്റൂലേ? അല്ല, എന്താണിത് എടുത്തു വെച്ചത്? അതാണ് ഞാൻ ചോദിക്കുന്നത്, എന്തോന്നാണിത്? ഇങ്ങനെയൊക്കെ ആൾക്കാരെ കാശിനെ ഒന്നും വിലയിരുത്താതെ, ലൈക്ക് നമ്മളും നമ്മളുടെ സമയവും കാര്യങ്ങളൊക്കെ. ഇതൊരു ഈദ് പടമാണ്. പണ്ടൊക്കെ സുൽത്താനൊക്കെ എന്നാ പടമായിരുന്നടാ, സുൽത്താൻ, ബജ്രംഗി ഭായ്ജാൻ. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്തോന്ന് എടുത്ത് വെച്ചേക്കുന്നത്? ഒരു കാശിന് കൊള്ളൂലാത്ത ഒരു അൾട്രാ കുറ പടം. ഞാൻ ചില സീനൊക്കെ കണ്ടിട്ട് ഞാൻ ഇങ്ങനെ ചിരിക്കണോ അതോ തലയും പിടിച്ച് ഇരിക്കണോ ഒരു പിടിയുമില്ല. എന്തൊക്കെ കുന്തമൊക്കെ കൊണ്ടിങ്ങനെ കുത്താൻ, മറ്റേ കാളെ പോലെയൊക്കെ കുത്താൻ പറ്റും. ആൾക്കാർ പറക്കുവാ ഇങ്ങനെ. ഏത് കാലത്തിലെ ഫൈറ്റ് സീനാണ് ഇതൊക്കെ? ഞാൻ AR മുരുകദോസ് എന്നുള്ള പേരിലാണ് പോയത്. സമാധാനമായി. നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയട്ടെ. ഒരുപാടുണ്ട് ഇതിൽ പറയാൻ. ചിരിച്ചു ചാവും. കാര്യമായിട്ട് ഇതിലെ വില്ലൻ നമ്മുടെ ഇങ്ങേരാണ്, നമ്മുടെ കട്ടപ്പ.
സത്യരാജ് പാവ മനുഷ്യൻ. എന്തിനൊക്കെയാണ് കാട്ടി വെച്ചേക്കണത്. ഉയ്യോ കണ്ടിട്ടുള്ളവരൊന്ന് പറയാട്ടാ. മറ്റെന്തൊരു ഫിലിം ഷേക്കിക്കും റീലോഡിനൊക്കെ ചാകരയാണ് ഈ പടം OTT ഇറങ്ങുമ്പോൾ. അതല്ലാതെ എനിക്ക് വേറെ ഒന്നും പറയാനില്ല. അവന്മാർ കുറേ കാശുണ്ടാക്കും. ഈ സിനിമ മുടക്കിയവന് എന്തെങ്കിലും കിട്ടുമെന്ന് എനിക്ക് തോന്നണില്ല. അവിടെയുള്ള ഹിന്ദി ക്രൗഡ് തന്നെ അവിടെ ഉറങ്ങിയെന്ന് തോന്നുന്നു സിനിമ. ഇത് വർക്ക്